ജില്ലാ വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇത്തവണയും വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാവില്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതാണ് അനുമതി നിഷേധിക്കാൻ കാരണം. അപാകതകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുറ്റ്യാടി പക്രന്തളം ചുരം റോഡിന്റെ ബദൽ പാതയായ ചൂരണി റോഡിന്റെ വികസനമെങ്ങും എത്തിയില്ല. റോഡ് നിർമ്മാണം 10 വർഷമായി അനിശ്ചിതത്വത്തിൽ. കാസർഗോഡ് തളങ്കര കോപ്പൽ നിവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം. മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പാലത്തിന് പകരമായി സ്ഥിരം സംവിധാനം വന്നു. ഇതോടെ കാലങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമായി. കുറ്റ്യാർവാലിയിൽ തോട്ടം തൊഴിലാളികൾക്ക് അനുവദിച്ച ഭൂമിയുടെ അവസാനഘട്ട വിതരണവും പൂർത്തീകരിക്കാൻ നടപടി തുടങ്ങി. പട്ടയം നൽകിയ 137 പേർക്ക് വിതരണം ചെയ്ത ഭൂമി വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥലം മാറ്റി നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പട്ടികജാതി വികസന വകുപ്പ് പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിടം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം. സംരക്ഷണമില്ലാത്തതിനാൽ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള കെട്ടിടം മറ്റ് സ്ഥാപനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണം എന്ന് ആവശ്യം. മഹാഭാരതത്തിലെ 100ഓളം കഥാപാത്രങ്ങളെ ഒരുക്കുന്ന വിശ്വരൂപ ശില്പം കൗതുകമാകുന്നു. പ്രശസ്ത ശില്പി നാഗപ്പനാണ് കോവളത്ത് ശില്പം രൂപകൽപ്പന ചെയ്യുന്നത്. നടൻ മോഹൻലാലിന് വേണ്ടിയാണ് നാഗപ്പൻ 10 അടി ഉയരത്തിലുള്ള ശില്പം ഒരുക്കുന്നത്.